കേരളത്തിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് പുറം രാജ്യങ്ങളിൽ പഠിക്കാനായിട്ട് വരുന്നുണ്ട്, പ്രത്യേകിച്ച് MPPS. നമ്മുടെ നാട്ടിൽ ഏകദേശം 25 ലക്ഷത്തോളം കുട്ടികൾ ഒരു വർഷം നീറ്റ് എഴുതുന്നുണ്ട്. ഓക്കെ, ഇതിൽ 2% കുട്ടികൾക്ക് മാത്രമേ സീറ്റുള്ളൂ. ഗവൺമെൻറ് സീറ്റുകളുണ്ട്, ബാക്കി കുറച്ച് സീറ്റുകൾ മാനേജ്മെൻറ്റ് സീറ്റുകളാണ്, NRE സീറ്റുകളാണ്. NRE സീറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 1 കോടി മുതൽ 1.5 കോടി വരെ പണമുള്ളവർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ചെറിയ പ്രായം മുതൽ MBBS ഡ്രീം കൊണ്ടുനടക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നം മൂലം അവരുടെ സ്വപ്നം വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരാറുണ്ട്. അതുകൊണ്ടാണ് 10,000 കുട്ടികൾ വിദേശത്തേക്ക് MBBS പോകും. നല്ല അക്കാഡമിക് നിലവാരം പുലർത്തുന്ന മികച്ച ക്ലിനിക്കൽ എക്സ്പോഷറുള്ള യൂണിവേഴ്സിറ്റികൾ കണ്ടെത്തി പഠിക്കുക എന്നുള്ളത് കുട്ടികളുടെ മുമ്പിലെ വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന ഒരു കൺസൾട്ടൻസി എന്നതിലപ്പുറം സ്വന്തമായിട്ട് ഇവിടെ ഹോസ്റ്റലും നടത്തുന്നുണ്ട്. കേരള ഹൗസ് എന്ന് പേരിട്ടിട്ട് ആ ഹോസ്റ്റലിൽ ഞാൻ വിസിറ്റ് ചെയ്തു. കുട്ടികൾ പുറം രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുമ്പോൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പല കൾച്ചറിലുള്ള സ്റ്റുഡൻസിൻ്റെ ഒപ്പം ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഈ ഹോം സിക്നെസ് ഉള്ള അല്ലെങ്കിൽ വീട്ടിൽ പാരൻസിൻ്റെ കൂടെ മാത്രം നിന്ന് ശീലിച്ച കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ സ്വന്തം ഭാഷക്കാർക്കിടയിൽ ഹോസ്റ്റലിൽ നല്ല സൗഹൃദത്തിൽ കഴിയാനുള്ള ഒരു സൗകര്യം കൂടി ഇവർ ചെയ്യുന്നത്. താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ ഫ്രണ്ടിലാണ് ഞാനുള്ളത്. ഇവിടെ MPPS പഠിക്കാനായിട്ട് കൂടുതൽ സ്റ്റുഡൻസ് വരാനുള്ള കാരണം പല യൂറോപ്യൻ രാജ്യങ്ങളിൽ രാജ്യത്തുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ജനസംഖ്യ ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റ് എന്നുള്ള നഗരത്തിൽ മാത്രമുണ്ട്. അതെ, ഇപ്പോൾ ആഫ്റ്റർ കോവിഡ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ MBBS പഠിക്കാൻ വരുന്ന ഒരു രാജ്യം ഉസ്ബെക്കിസ്ഥാനും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്ന യൂണിവേഴ്സിറ്റി താഷ്കന്റ് മെഡിക്കൽ അക്കാദമിയാണ്. ഇത് കഴിഞ്ഞ വർഷം 1000 കുട്ടികൾ ആപ്ലിക്കേഷൻ ഇട്ടു. അതിൽ കുറഞ്ഞ കുട്ടികൾക്ക് മാത്രമേ ഇന്റർവ്യൂവിന് പോലും ചാൻസ് കിട്ടിയിട്ടുള്ളൂ. ഇന്റർവ്യൂ ഇന്ന് നടക്കുകയാണെങ്കിൽ നാളെ തന്നെ അവർക്ക് റിസൾട്ട് അറിയാം. അതെ, കുറച്ച് കുട്ടികളുടെ ഇന്റർവ്യൂ നടക്കുമ്പോഴേക്കും ഇവിടുത്തെ സീറ്റ് ഫുള്ളായി. ബാക്കി ആപ്ലിക്കേഷനിലെ കുട്ടികൾക്ക് ഇന്റർവ്യൂവിന് പോലും ചാൻസ് കിട്ടിയിട്ടില്ല. അത്രയും ഇന്ന് ഇന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥികൾ ആകർഷിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് താഷ്കന്റ് മെഡിക്കൽ അക്കാദമി. ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ പ്രാക്ടിക്കൽ കിട്ടും. നമ്മൾ തന്നെ പല രാജ്യങ്ങളിൽ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് 4 രാജ്യങ്ങളിൽ ഹോസ്റ്റലുണ്ട്. പക്ഷേ ഉസ്ബെക്കിസ്ഥാനിൽ മാത്രം കണ്ടൊരു സവിശേഷതയാണ് ആദ്യ വർഷം മുതലുള്ള ക്ലിനിക്കൽ എക്സ്പോഷർ. ഒരു വർഷത്തിനുള്ളിൽ തന്നെ പ്രാക്ടിക്കൽ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. 3 മില്യന് മേലെ ജനസംഖ്യയുണ്ട്, പേഷ്യൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് അസിസ്റ്റ് ചെയ്യാൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓപ്പർച്യൂണിറ്റീസും കൂടുതലാണ്. അതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് MPPS പഠിക്കാനായിട്ട് ഉസ്ബെക്കിസ്ഥാൻ ഫോക്കസ് ചെയ്യുന്നത്. താഷ്കണ്ട് കേരളത്തിൽ നിന്നും സ്റ്റുഡൻസിനെ ഉസ്ബെക്കിസ്ഥാനിൽ MPPSന് എത്തിക്കുന്ന കൺസൾട്ടൻസിയുടെ ഓണറാണ്. കൺസൾട്ടൻസിയുടെ പേരെന്ന് പറയാം? UWC, യൂണിവേഴ്സിറ്റി സ്റ്റഡി എനിവർ. ഞാനിതിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളെ ഹയർ സ്റ്റഡീസിന് എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഇതിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം എന്തൊക്കെ കോഴ്സസ് ഉണ്ട്, ഏതൊക്കെ രാജ്യങ്ങളിൽ ഇവർ സർവീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസിനും ഇവിടെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു കാര്യം, നെക്സ്റ്റ് സെപ്റ്റംബർ ഇൻടേക്കിൽ തന്നെ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ച് തുടങ്ങി. കഴിഞ്ഞ വർഷമൊക്കെ 1000 കുട്ടികൾ ഇവിടുന്ന് ഔട്ടായതാണ്. ഇന്റർവ്യൂവിന് പോലും ചാൻസ് കിട്ടാതെ. ഇവർ അടുത്ത വർഷത്തെ ഇന്റർവ്യൂ ഇപ്പം തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിന് പാരൻസിന് നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യും.